ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഞാനും അഫീം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു കിഡിൽ എപ്പിസോഡ് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും അല്ലേ? തികച്ചും സ്പെഷ്യലാണ്. അപ്പോൾ ഒരു പ്രീമിയം കാറ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടോളൂ. നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും അല്ലേ? അല്ലെങ്കിൽ പ്രീമിയം കാറുകൾ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ചങ്കുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രീമിയം കാറുകളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനും അസിമോനും കൂടെ ഇവിടെ കുറച്ച് പ്രീമിയം കാറുകൾ പരിചയപ്പെടുത്തി അല്ലേ? ഒക്കെ 28 ലക്ഷം, 30 ലക്ഷം, 50 ലക്ഷം, 40 ലക്ഷം ആയപ്പോ ആളുകൾ പറഞ്ഞു ഇതെന്താ വില കൂടുതൽ. അപ്പൊ എന്താ നമുക്ക് എന്ത് ചെയ്യാം, അതേ ബ്രാൻഡിലുള്ള വണ്ടികൾ തന്നെ വില കുറച്ചുകൂടെ കൊടുക്കാം അല്ലേ? അപ്പൊ ഇന്ന് അഫി ഞാനുമാണ് രാവിലെ 8 മണിയാണ് അല്ലേ? ഞങ്ങളൊരു ഓഫർ എന്നൊന്നും പറയുന്നില്ല, ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ആ തരാൻ പോണ വണ്ടികളാണ് ഈ കാണുന്നത്. ഒന്ന് മെർസിഡീസ് ബെൻസിന്റെ സി ക്ലാസ് ഉണ്ട്, റേഞ്ച് റോവറിന്റെ ഇവോക്ക് ഉണ്ട്, അതേപോലെ വീണ്ടും മെർസിഡീസ് ഉണ്ട്. ഇതൊക്കെ കിടക്കണ നിരന്ന് കിടക്കണ മുതലുകൾക്കൊക്കെ ഓഫർ ഉണ്ട് അല്ലേ? ഏകദേശം ഇപ്പൊ സഫാരി കാർസിൽ 19ഓളം പ്രീമിയം കാറുകൾ സ്റ്റോക്ക് ഉണ്ട്. അതിൽ നമുക്ക് മോഡൽ കമ്മിയുള്ളതുണ്ട്, കൂടുതലുണ്ട്, കിലോമീറ്റർ കമ്മിയുള്ളതുണ്ട്, കൂടുതലൊക്കെ ഉണ്ട്. എല്ലാവർക്കും പറ്റിയ പ്രീമിയങ്ങളൊക്കെ ഇപ്പൊ നിലവിലുണ്ട്. അപ്പോൾ നമുക്ക് പരിചയപ്പെടുത്താൻ ഇങ്ങനെ പോകാം. അതായത് നിങ്ങളൊരു മെർസിഡീസ് ബെൻസിന്റെ ഒരു സി ക്ലാസ് അല്ലേ? സി ക്ലാസ് ഇവിടുന്ന് തുടങ്ങാം. അപ്പൊ നമുക്ക് സി ക്ലാസ് പരിചയപ്പെടുത്തിയിട്ട് തന്നെ പോവാം. അതായത് ഇത് 2012 മോഡൽ വണ്ടിയാണ്, 12 മോഡൽ അല്ലേ? C250 എന്ന് പറയുന്ന വേരിയന്റ്. സി ക്ലാസ്സിൽ തന്നെ 220 ഉണ്ട്, 200 ഉണ്ട്, 250 ഉണ്ട് അല്ലേ? അതിൽ 250 ഓടിക്കാൻ അടിപൊളി കണ്ടീഷനിലെ വാഹനമാണ് ഈ ഒരു വാഹനം. അത്യാവശ്യം നല്ല മൈലേജും അതേപോലെ മെയിൻ്റനൻസ് കമ്മിയുള്ളൊരു മോഡലാണ് സി ക്ലാസ്. അപ്പോൾ ഏതൊരാൾക്കും ഇപ്പോൾ ഒരു പ്രീമിയം കാറ്റഗറിയിലോട്ട് കടക്കുമ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ പറ്റി, അല്ലെങ്കിൽ അവനവൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു മുതലാണ് സി ക്ലാസ്. പിന്നെ ഓഡിയിലാവുമ്പോൾ A4, BMW-യിലാവുമ്പോൾ 3 സീരീസ്, ഇതൊക്കെ സെയിം കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2012 മോഡലിൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ മലപ്പുറം രജിസ്ട്രേഷനിലുള്ളൊരു വാഹനമാണ് ഈ ഒരു വാഹനം. മേജർ ആക്സിഡൻറ്റോ ഫ്ലഡോ അല്ലെങ്കിൽ കിലോമീറ്റർ തിരിവോ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ എടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ വില കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നെട്ടും അല്ലേ? അപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ അന്വേഷിക്കുക 2012 മോഡൽ ഒറിജിനൽ കേരള വണ്ടി സി ക്ലാസ് 250 ന്യൂ ഷേപ്പിൽ ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടി. 2011 ഇതിന് തൊട്ട് മുന്നേ വരുന്നത് ഇതിൻ്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്, ഓൾഡ് ഷേപ്പാണ് വരിക. 2009, 10, 11 ഒക്കെ ഒരേ കാറ്റഗറിയിലാണ് വരുന്നത്. 12 ന്യൂ ഷേപ്പിൽ വന്ന പനോരമിക് സൺറൂഫ് വരുന്ന ഒരു വാഹനം. നിങ്ങൾക്ക് ഒരു ചെറിയൊരു കാറിൻ്റെ പ്രൈസിൽ അല്ലേ? അതായത് ഇപ്പോൾ നമ്മളൊരു മാരുതിൻ്റെ ബ്രസ അല്ലെങ്കിൽ പുതിയ ഒരു ബലേനോ അല്ലെങ്കിൽ ലാൻസ അതൊക്കെ വാങ്ങുന്ന ആളുകൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പനോരമിക് സൺറൂഫ് കിട്ടും, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റിയറിംഗ് ആണെങ്കിലും സീറ്റ് ആണെങ്കിലും ഒക്കെ ഉണ്ട്. അതേപോലെ മെർസിഡീസ് ബെൻസിൻ്റെ ഒരു ബ്രാൻഡ് അല്ലേ? ആ ബ്രാൻഡ് വാല്യൂ കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിൻ്റെ പ്രൈസാണ് ഹൈലൈറ്റ്. അപ്പോൾ 2012 മോഡൽ C250ൻ്റെ മാർക്കറ്റ് വാല്യൂ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു 12 ലക്ഷം രൂപ മാർക്കറ്റിൽ വാല്യൂ ഉണ്ട്. അതായത് ഒരു സിംഗിൾ ഓണർ അല്ലെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള 1 ലക്ഷം കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഓടിയ വണ്ടി നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യും, ഒരു 12 ലക്ഷം രൂപ എന്തായാലും മാർക്കറ്റിൽ വില വരും. ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത, ഇത് എത്രാമത്തെ ഓണർഷിപ്പ് ആഫിയെ? 6ാമത്തെ ഓണർഷിപ്പാണ്. അതിൽ 3 കൈമാറ്റം നമ്മൾ ചെയ്തതാണ്. അതായത് ഒരു കസ്റ്റമർക്ക് കൊടുത്തു, അദ്ദേഹം 6 മാസം ഉപയോഗിച്ചു. 2ാമത്തെ കസ്റ്റമർക്ക് കൊടുത്തു. 3ാമത്തെ കസ്റ്റമറിന് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഒരു ഹെഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇതൊക്കെ കൊടുത്ത കസ്റ്റമറും നമുക്ക് ഒരു 6-7 മാസം ഉപയോഗിച്ച് അവർ വളരെ ഹാപ്പിയാണ്. അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടോ? അപ്ഡേറ്റ് ചെയ്തിട്ടാണ് അവർ മോഡൽ കൂടിയ സി ക്ലാസ് അല്ലെങ്കിൽ ഈ ക്ലാസ്. അപ്പോൾ അവരൊക്കെ ഈ വാഹനം എടുത്തിട്ട് പിന്നെ ഇത് കുറച്ച് കാലം ഉപയോഗിച്ച് പിന്നെ അപ്ഗ്രേഡ് ചെയ്ത് അങ്ങനെ ഒരുപാട് കസ്റ്റമർ ഉണ്ട് കേട്ടോ നമുക്ക്. ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന വണ്ടികളിലെ ഒരു 70% നമുക്ക് എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളാണ്. കാരണം നമുക്ക് വലിയ വാഹനത്തിൽ എന്ത് ചെയ്യും, ചെറിയ വാഹനങ്ങൾ എക്സ്ചേഞ്ച് വരും. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ചെക്ക് ചെയ്തിട്ട് എല്ലാ ഭാഗവും ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ഇനി ഇപ്പോൾ ഓഫറിൽ കാണിച്ചാലും വില കമ്മിയിൽ കാണിച്ചാലും മേജർ ആക്സിഡൻറ്റ്, ഫ്ലഡ്, കിലോമീറ്റർ, ഇതിന് നമ്മൾ ഗ്യാരണ്ടിയാണ്, ഇതിന് നമ്മൾ വാറണ്ടിയാണ്. 100% നിങ്ങൾക്ക് എഗ്രിമെന്റിൽ എഴുതി തരും. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. അതേപോലെ ഈ ഒരു വാഹനം നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ ഒരു 10-30 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കാനൊരു അവസരം നമ്മൾ തരും. അപ്പോൾ അത്ര ഒരു മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ മാർക്കറ്റിൽ ഒരു 12 ലക്ഷം രൂപ വിലയിലെ വണ്ടി ആഫി നമ്മൾ എത്ര രൂപ കൊടുക്കും? 8 ലക്ഷം രൂപ കൊടുക്കും. വേണ്ട, ഇനിയും കുറയട്ടെ.
കുറച്ച് 7,70,000 രൂപക്ക് നിങ്ങൾക്ക് ഈ വണ്ടി തരാം. 7,70,000 രൂപക്ക് നിങ്ങൾക്ക് 2012 മോഡല് സി ക്ലാസ് 250. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഈ 6ാമത്തെ ആർസോണറും ഇതൊക്കെ ആയതുകൊണ്ട് ഇനി വിൽക്കുമ്പോൾ വില പോകില്ലേ? അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചോളി അല്ലേ. ഇപ്പോൾ ഒരു 12 ലക്ഷം രൂപക്ക് ഓണർഷിപ്പിലെ കമ്മിലെ വണ്ടി വാങ്ങിയിട്ട് നമ്മളൊരു 6 മാസം ഉപയോഗിച്ച് വിറ്റാലും നമുക്കൊരു 2-3 ലക്ഷം രൂപ എന്തായാലും പോകും. ചിലപ്പോൾ ആ ഡിപ്രിസിയേഷൻ ഇതിമേ സംഭവിക്കാലൊക്കെ സംഭവിച്ചു. ഇപ്പം നമ്മൾ എഞ്ചിന്, ഗിയർ ബോക്സ്, അതേപോലെ മേജർ ആക്സിഡൻറ്റ്, ഫ്ലഡ്, കിലോമീറ്റർ ഒക്കെ നമ്മൾ ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയാലും ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പം അടിപൊളി കണ്ടീഷനിലാണ് ഉള്ളത് അല്ലേ. അഫിപ്പ് 2 ദിവസമായിട്ട് ഓട്ടി കൊണ്ട് നടക്കുന്നുണ്ട് അല്ലേ. ഇതിന്റെ AC ഒന്ന് കംപ്ലൈന്റ് ഉണ്ട്. അതന്നെ. അപ്പൊ AC കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, അതിപ്പോ അഫി റെഡി ആക്കിയിട്ടുണ്ട് അല്ലേ. അടിപൊളി എടുക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യാണ്ടോ? ചെയ്യാല്ല, എടുക്കാൻ ഉപയോഗിക്കാം. അപ്പൊ ഒരു അടിപൊളി പ്രൈസിൽ നിങ്ങൾക്ക് ഒരു സി ക്ലാസ്. അതാണ് ഞാൻ ഈ എപ്പിസോഡ് പറഞ്ഞത്. ഏതൊരാൾക്കും പറ്റുന്ന വിലയിൽ മെഴ്സിഡീസിന്റെ വണ്ടികളും അതേപോലെ ഓഡിന്റെ വണ്ടികളും BMW ഒക്കെ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത വാഹനത്തിലോട്ട് പോവാം. റേഞ്ച് റോവർ ഇവോക്ക്. ഇതൊരു ഡൈനാമിക് ഫുൾ ഓപ്ഷൻ വണ്ടി. HSC ഡൈനാമിക് അറിയണ മോഡലാട്ടോ ഈ റേഞ്ച് റോവറിന്റെ ഇവോക്ക്. എത്ര മോഡലാ? 2012 മോഡല്. ഈ HSC ഡൈനാമിക് അറിയുമ്പോഴേ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ആ റെഡ് ആൻഡ് ബ്ലാക്ക് ഒക്കെ വന്ന് കിഡിലെ ലുക്കിലുള്ള കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വീഡിയോയിൽ റേഞ്ച് റോവർ ഇവോക്കിന്റെ വില എത്ര പറഞ്ഞേ? 49 ലക്ഷം രൂപ. 49 ലക്ഷം രൂപക്ക് കാണിച്ച ഇവോക്കും ഈ ഇവോക്കും കണ്ട വലിയ വ്യത്യാസമുണ്ടോ? ചെറിയ വ്യത്യാസമുള്ളൂ അല്ലേ. ഫേസ് ലിഫ്റ്റിലും കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പോൾ കിലോമീറ്റർ കമ്മിയിൽ മോഡൽ കൂടിയ ആൾക്കാർക്ക് നമ്മളിപ്പോൾ അവിടെ വണ്ടി സ്റ്റോക്ക് ഉണ്ട്. നേരെ സൽമാനെ ക്യാമറ തിരിച്ചു കൊടുക്ക്. നേരെ അങ്ങോട്ട് തിരിക്കുമ്പോൾ കാണുങ്ങൾ 2 റേഞ്ച് റോവർ ഇവോക്കും Audi Q5 ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഇവോക്ക് വാങ്ങിക്കേണ്ട ആൾക്കാർക്ക് ഈ ഇവോക്ക് വാങ്ങിക്കാം. നിങ്ങൾ മാർക്കറ്റ് എല്ലായിടത്തും അന്വേഷിച്ചിട്ട് എടുത്താൽ മതി അല്ലേ. നമ്മൾ പറയുന്നത് മാത്രം നോക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ പ്രൈസ് പറഞ്ഞു. പ്രൈസ് കേട്ടാൽ നിങ്ങൾ എന്തായാലും 12,50,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു എന്താ പറയുക, ഇന്നോവ 2015-16 കേരള വണ്ടി വാങ്ങുന്ന ഒരു വിലക്ക് നിങ്ങൾക്ക് ഇത് വാങ്ങാം. ഇത് നിങ്ങളെ പേർക്ക് മാറ്റാൻ ചെറിയൊരു ചിലവും പാടെ വരും. ഒരു 2.5-3 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ നിങ്ങൾ നെയിം ട്രാൻസ്ഫറിന് വരും. നിങ്ങളെ പേരിലാക്കിയിട്ടേ നമ്മൾ തരുള്ളൂ. ഇനിയിപ്പോൾ ഇങ്ങനെ കണ്ടീഷനിൽ വേണ്ടവർക്ക് ഇങ്ങനെ. ഇത് കേരള രജിസ്ട്രേഷനിൽ തന്നെയാണ് ഉള്ളത്. അഡീഷണൽ ടാക്സ് അടക്കാണ്ട്. അപ്പോൾ ഇത് അതർ സ്റ്റേറ്റിലല്ല ഉള്ളത്, കേരള രജിസ്ട്രേഷനിലുണ്ട്. എങ്കിലും ഒരു 15 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ ഒരു കിഡിലൻ ഡൈനാമിക് റേഞ്ച് റോവറിൻ്റെ ഇവോക്കാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതായത് ഏകദേശം പുതിയ വണ്ടിക്കൊക്കെ 50-60 ലക്ഷം രൂപ, അന്ന് 50 ലക്ഷം രൂപേൻ്റെ മുകളിൽ അന്ന് വില ഉണ്ടായിരുന്ന വണ്ടിയാണ് ഇപ്പോൾ ഈ പ്രൈസിൽ കിട്ടുന്നത്. അപ്പോൾ എടുക്കുന്ന ആൾക്കാർ അതിൻ്റേതായ ചെറിയ മെയിൻ്റനൻസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ കാണണം. ഇത് എടുത്തിട്ട് എൻ്റെ പണിയായി എന്ന് പറഞ്ഞ് അന്തം മുട്ട് പേടിക്കുന്ന ആൾക്കാർ ഇത് എടുക്കരുത്. ഇതേ പ്രൈസിൽ നിങ്ങൾക്ക് ഇന്നോവ വാങ്ങിക്കാൻ കിട്ടും, അതേപോലെ മറ്റു ഫോർച്യൂണർ വാങ്ങിക്കാൻ കിട്ടും, മറ്റു പല ബ്രാൻഡും കിട്ടും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നിങ്ങൾ പ്രീമിയം കാറ്റഗറിയിലോട്ട് വരുമ്പോൾ ആ മനസ്സും ആ ഒരു തൻ്റെ ഇടങ്ങളെത്ത് വേണം അല്ലേ. അപ്പോൾ റേഞ്ച് റോവർ ഇവോക്ക് നിങ്ങളെ പരിചയപ്പെടുത്തി. ഈ ഇവോക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണാൻ അടിപൊളി ലുക്കാട്ടോ. ഇതിൻ്റെ സൈഡ് പ്രൊഫൈലും പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് ലുക്കാണ് അല്ലേ. അപ്പോൾ ഇത് ഡുവൽ കളർ വരുന്നുണ്ടേ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതൊരാൾക്കും ഇഷ്ടപ്പെടും. ഈ വണ്ടി ഇപ്പോൾ യൂത്തന്മാരുടെ ഇടയിൽ ട്രെൻഡാണ്. പിന്നെ റേഞ്ച് റോവർ ലാൻഡ് റോവർ എന്ന ബ്രാൻഡ് തന്നെ ഇപ്പോൾ തരംഗമായിട്ട് നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ ലാൻഡ് റോവറിന്റെ ഒരു ലക്ഷറി സെഗ്മെന്റിൽ വരുന്ന റേഞ്ച് റോവർ, ആ റേഞ്ച് റോവറിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സെഗ്മെന്റ് ആയ ഇവോക്ക്. പക്ഷെ ഇവനെ റോട്ട് കാണാൻ സ്പോയിലറും കാര്യങ്ങളൊക്കെ വന്ന്, പിന്നെ ഇതിന്റെ ബാക്ക് വൈപ്പർ ഇവിടെ കാണൂല, പക്ഷെ ഇതിന്റെ ഉള്ളിൽ ആൾ ഒളിച്ചിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്താം. ഇത് ഈ ഓപ്ഷൻ ആകുമ്പോൾ 2 എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് കിഡിലെ ലുക്കിൽ തന്നെയാണ് ഈ ഒരു വാഹനം ഉള്ളത്, വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ അല്ലേ. അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് B180. അതായത് മെഴ്സിഡീസിന്റെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡൽ തന്നെയാണ് B180. ഇപ്പോൾ ഈ സി ക്ലാസിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു സെഗ്മെന്റ് വണ്ടി അല്ലേ. ഹൈ ലക്ഷറി എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഒരു നല്ലൊരു അടിപൊളി കുഴപ്പമില്ലാത്ത മെയിൻ്റെനൻസ് കമ്മിയിൽ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡൽ B180. അതായത് ചെറിയ ഉപയോഗമല്ല ആൾക്കാർക്ക്. എനിക്കൊരു മെഴ്സിഡീസ് ബെൻസ് വേണം, അതായത് നിൽക്കാതെ ഓട്ടമല്ല, എൻ്റെ ഫാമിലി ആയിട്ട് ചെറിയൊരു ഓട്ടം അല്ലെങ്കിൽ അത് നമ്മളെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ചെറിയ ഉപയോഗമല്ല ഒരു ഫാമിലിക്ക് മെഴ്സിഡീസ് ബെൻസ് എന്ന ആഗ്രഹം തീർക്കാൻ പറ്റിയ ഒരു മോഡലാണ് B180. ഇത് പെട്രോൾ എഞ്ചിനാണ്. 72,000 കിലോമീറ്റർ. ഇപ്പം നേരത്തെ കാണിച്ച സി ക്ലാസ് ഡീസൽ എഞ്ചിനാണ് കേട്ടോ. 250 ഡീസൽ എഞ്ചിനാണ്, അത്യാവശ്യം മൈലേജ് കിട്ടുന്ന മോഡലാണ്. ഇത് പെട്രോൾ എഞ്ചിനാണ്. ഇതിന് സൺറൂഫ് വരാത്ത മോഡലാണ്.
ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. കിലോമീറ്റർ 72,000 കിലോമീറ്റർ സർവീസ് ഒക്കെ ഷോറൂമിൽ നിന്നാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഒരു B180 മോഡൽ പറഞ്ഞു കൊടുക്കുക. 2013 മോഡൽ ഒറിജിനൽ കേരള വണ്ടി. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ഉള്ളൊക്കെ എപ്പോഴും കണ്ട ഒരു പുതിയ വണ്ടി ഉള്ളൊക്കെ നമുക്ക് കാണിച്ചില്ല. അതെ. അപ്പോൾ സൺറൂഫ് ഇല്ല, പക്ഷെ അടിപൊളി ലുക്കാണ്. ആര് കണ്ടാലും ഇപ്പോൾ പുതിയ വണ്ടിയാണെന്നുള്ളൊരു ഫീൽ നമുക്ക് ന്യൂ ഷേപ്പിൽ വരുന്നൊരു ഫീൽ കിട്ടും. ആ 2013 മോഡലാണ്. ഇതിന്റെ പ്രൈസ് പറഞ്ഞു കൊടുക്കുക. നമുക്ക് 9 ലക്ഷം രൂപക്ക് 9 ലക്ഷം രൂപക്ക് 2013 മോഡല് B180 ആണ്. നിങ്ങൾ പഠിച്ച് അന്വേഷിച്ചിട്ട് എടുത്താൽ മതി അല്ലേ. പിന്നെ ഇതൊക്കെ എന്താ വെച്ചാലേ ഒരു പ്രീമിയം കാറ്റഗറിയിൽ ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടുമ്പോഴാണ് ഇതിൻ്റെത്. ഇതും 30-35 ലക്ഷം രൂപ വില ഉണ്ടായിരുന്ന ഓൺ റോഡ് പ്രൈസ് ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഇനിയാണ് അടുത്ത ഹൈലൈറ്റ് ടൊയോട്ട ക്യാമറി ഹൈബ്രിഡ്. അതായത് നമ്മളൊരു സുഹൃത്തിൻ്റെ വാഹനമാണ്, നമുക്ക് പാർക്കാൻ സെയിലിന് ഏൽപ്പിച്ചതാണ് അല്ലേ. അദ്ദേഹം നമ്മുടെ സ്ഥാപനത്തിൽ വണ്ടി വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. അതായത് എല്ലാ സർവീസും ഇപ്പോൾ ഷോറൂമിൽ നിന്ന് എടുത്ത് വന്ന ഒരു ക്യാമറി ഹൈബ്രിഡ്. ഒരുപാട് എൻക്വയറിയിലെ മോഡലാട്ടോ അല്ലേ. അതായത് നല്ല മൈലേജും കിട്ടും അല്ലേ, നല്ല യാത്ര കംഫർട്ടും ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസും ഒക്കെ വരുന്ന ലക്ഷറി വണ്ടി ക്യാമറി ഹൈബ്രിഡ്. അതായത് ഇത് ഒഡീഷ നമ്പറിലാണ്, അവിടെ പ്രൈവറ്റ് രജിസ്ട്രേഷനിൽ നമ്മൾ മലയാളിന്റെ പേരിലാണ് അവിടെ അഡ്രസ്സിലുള്ള ആളെ വണ്ടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടേക്ക് NOC എടുത്ത് തരാൻ പറ്റും, അവിടെ അഡ്രസ്സിലുള്ള ആൾക്കാർക്ക് അവിടെ ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇല്ല, ഇപ്പോൾ ജെന്യൂൻ സർവീസിലുള്ള വണ്ടി. ഇപ്പോൾ ഷോറൂമിൽ നിന്ന് ലാസ്റ്റ് സർവീസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയ വണ്ടിയാണ്. 2016 മോഡലാണ്. പ്രൈസ് പറഞ്ഞു കൊടുക്കുക. 13,75,000 രൂപക്ക് 2016 മോഡല് ടൊയോട്ട ക്യാമറി ഹൈബ്രിഡ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതിന്റെ മാർക്കറ്റ് വാല്യൂ ഒക്കെ നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഇതും ഓൺ റോഡൊക്കെ നല്ല പ്രൈസ് വന്നിരുന്ന 10-15 ലക്ഷം രൂപേന്റെ മേലെ വില വന്നിരുന്ന വണ്ടിയാണ്. ഇത് നിങ്ങൾക്ക് NOCയിലും തരാൻ പറ്റും, അവിടെ മാറ്റിയിട്ടും തരാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻ കൊടുക്കുന്ന വണ്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹൈബ്രിഡിനെ ആരെങ്കിലും അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കുറെ എൻക്വയറി നമുക്ക് വരുന്നതാണ്. അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത് മെഴ്സിഡീസ് ബെൻസിന്റെ ഈ ക്ലാസ് 220 ബാക്കിൽ നോക്കണോ? അല്ല 220 ആണ്. സംശയം വന്നാൽ വരാൻ പാടില്ല. 220 ആണ്. 350 ആണ്. ഇല്ല 220 ആണ്. ഉറപ്പാണ്. എന്താ നോക്ക്, പിന്നെ ഒന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് എത്ര മനസ്സിലുണ്ട് നോക്കാലോ. 220 ആണ്. വണ്ടി ഡീറ്റെയിൽസ് പാളൂലല്ലോ. ഉറപ്പല്ലേ? ഇരട്ടന്നാള് പാളിയിട്ട്. അതായത് സൂര്യ ഇങ്ങനെ ഉദിച്ചു വരികയാണല്ലേ, ഈ വെയിൽ കൊള്ളണത് നല്ലതാണ് അല്ലേ. എന്തൊക്കെ വിറ്റാമിൻ ഗുണങ്ങളൊക്കെ സൂര്യ ഉദിക്കണ വെയിൽ കൊണ്ടാണ്ട്. അപ്പൊ നമുക്ക് ഇത് അപ്പൊ ഈ ക്ലാസ്സിനെ പരിചയപ്പെടുത്തുമ്പോഴേ ഇതൊരു അടിപൊളി പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. ബെസ്റ്റ് പ്രൈസിലാണ് തരുന്നത്. കേതോമേനൻ കേരളത്തിൽ പുതിയ ഇറക്കിയ വണ്ടിയാണ് അല്ലേ, ഒരു സെലിബ്രിറ്റി കാറാണ്. അതിനുശേഷം ഇപ്പൊ എത്ര ഓണറായി? 6ാമത്തെ ഓണറായി. പക്ഷെ വണ്ടി ഇപ്പോഴും വണ്ടി ഉണ്ടല്ലോ പുതുപുത്തൻ കണ്ടീഷനിലാണ്. നിങ്ങൾക്ക് നമ്മൾ പറയുന്നത് ജസ്റ്റ് വന്നിട്ട് ഈ വണ്ടി ഓടിച്ചു നോക്കുക, എല്ലാ ഭാഗവും ചെക്ക് ചെയ്യുക, എന്നിട്ട് നോക്കിയിട്ട് എടുത്താൽ മതി. ഈ ഓണർഷിപ്പ് നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപന്റെ മാറ്റേലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു അതർ സ്റ്റേറ്റ് വണ്ടിന്റെ പ്രൈസിൽ നിങ്ങൾക്ക് ഒറിജിനൽ NOC പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും. ടാക്സ് അടക്കണ്ട, ഒന്നും കാട്ടണ്ട, നിങ്ങളെ പേർക്ക് മാറ്റാം. നല്ല ബോഡി ലൈനിങ് ഇല്ലേ, അത്യാവശ്യം നല്ല കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര കിലോമീറ്റർ? 75,000 ഓടിയിട്ടുള്ളൂ. 75,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. പല ആൾക്കാർക്കും സംശയം ഉണ്ടാവും, ഇനി 6ാമത്തെ ഓണറായിട്ട് എങ്ങനെ 75,000 കിലോമീറ്റർ ഓടി, കിലോമീറ്റർ തിരിച്ചതാണോ കാര്യങ്ങളൊക്കെ. അതിനൊക്കെ നമ്മൾ ഗ്യാരണ്ടി നിങ്ങൾക്ക് എഗ്രിമെന്റിൽ എഴുതി തരും. പിന്നെ ഈ ഓണർഷിപ്പ് മാറുന്നത് പല കാറ്റഗറി ആൾക്കാരുണ്ട് അല്ലേ. ചിലപ്പോൾ 5,000-10,000 കിലോമീറ്റർ ഓടുമ്പോഴത്തേന് വാഹനം എക്സ്ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ചില ആളുകൾ വണ്ടി എടുത്താൽ 10-15 കൊല്ലം ഒരേമാതിരി ഉപയോഗിക്കും അല്ലേ. ചില ആൾക്കാർ പറയും ഈ കംപ്ലൈൻറ്റ് കൂടുതൽ വണ്ടിമേ വരുമ്പോഴാണ് ആളുകൾ വണ്ടി ഇങ്ങനെ മാറ്റുക. അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ അല്ലേ. ചില ആളുകളുണ്ട് പാഷന്, അവനെ ആഗ്രഹത്തിനനുസരിച്ച് 5,000 കിലോമീറ്റർ ഓടും, വണ്ടിക്ക് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല, അടുത്ത അപ്ഡേറ്റ് ചെയ്യും. അതായത് സെഡാൻ മാറ്റി SUV ആക്കും, പിന്നെ SUV മാറ്റി ഹാഷ് ബാക്ക് ആക്കും അല്ലേ. അവരല്ലെങ്കിൽ ബ്രാൻഡ് മാറ്റും, മെഴ്സിഡീസ് മാറ്റി BMW ആക്കും, BMW മാറ്റി റേഞ്ച് റോവർ ആക്കും. കാരണം നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് എല്ലാ കാറ്റഗറി കസ്റ്റമറേയും നമ്മൾ കാണണം അല്ലേ. നമ്മൾ തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റിയിട്ടൊക്കെ കൊടുക്കണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് മനസ്സിലാക്കി പഠിച്ചിട്ടെടുത്താൽ മതി. ഇത്തരം വണ്ടികൾക്കൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് വാറണ്ടിയോ ഗ്യാരണ്ടിയോ, അതായത് 10 ദിവസം 20 ദിവസം 30 ദിവസം ഒന്നും മെക്കാനിക്കൽ വാറണ്ടി നമുക്ക് തരാൻ കഴിയൂല അല്ലേ. ഒരാൾ വണ്ടി കൊണ്ടുപോയിട്ട് നല്ല ഇപ്പം പ്രത്യേകിച്ച് നമ്മളെ റോഡുകൾ അങ്ങനെയാണ്, ഒരു 100-110 സ്പീഡിൽ പോയിട്ട് ഒരു കട്ടർക്കാണ് ചാടിയാൽ അതിൻ്റെ സസ്പെൻഷന് എഞ്ചിൻ ഇതിനൊക്കെ അടി വന്നാൽ ഓയിൽ ലീക്കേജ് വരും, സസ്പെൻഷന് പണി വരും, പല ബുദ്ധിമുട്ടും വരും. പിന്നെ ഇവരെ എന്താ കാട്ടുക, നേരെ നമ്മളെ തലയിൽ കൊടുക്കും. സഫാരി കാർസ് നിർത്തതാണ്, നിങ്ങളിത് നിർത്തപ്പോൾ കംപ്ലൈൻറ്റ് ഇപ്പോൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിതൊക്കെ വരും. ശരിക്കും ഒരുപാട് കേസിൽ നമുക്ക് ടെൻഷൻ ഉണ്ട് അല്ലേ. അപ്പം നമ്മളെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായി നീറ്റ് ആൻഡ്
ക്ലീനിൽ നമ്മൾ എഴുതിയ എഗ്രിമെന്റ് നമ്മൾ ക്ലിയർ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് തരാം. പക്ഷേ നമ്മളൊരാളെ അതിന് പുറമെ നമ്മൾ പിന്നെ വരുന്ന കസ്റ്റമർക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതും ഒരു 3 ദിവസങ്ങൾ ചെക്ക് ചെയ്യും. പിന്നെ മാനസിക പരിഗണന ഇവിടെ നല്ലോണ്ട്. നിങ്ങൾ ജെന്യൂൻ ആണ് തോന്നിക്കഴിഞ്ഞാൽ നമ്മളിൽ നിന്നുള്ള ഫാൾട്ടാണ് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് വാശിപ്പിക്കാൻ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. അതായത് ഇപ്പോൾ മോഡൽ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടിയുണ്ട്, കാറ്റഗറി വണ്ടികൾ, മോഡൽ കൂടിയ വണ്ടികൾ. അതിന് നമുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ഷോറൂം വാറണ്ടി കാര്യങ്ങളൊക്കെ അല്ലേ വണ്ടികൾ. അത്രയും കാറ്റഗറി വണ്ടി നമ്മൾ ഇത്രയും പ്രൈസ് കമ്മിയിൽ ഇത്രയും വില കുറച്ച് നിങ്ങൾക്ക് വണ്ടി തന്നിട്ട് അല്ലേ പിന്നെ നമ്മൾ ഇറങ്ങാറാക്കരുത്. അത് മാത്രമല്ല, ഇനി ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് ബോക്സിൽ വിലപ്പാകല്ല സഫാരി കാർസിൽ ഇപ്പൊ വില കൂടുതലാണെന്ന് പറഞ്ഞാല് ഇനി കട്ടോണ്ടില്ലേ ആൾക്കാരെ കസ്റ്റമറെ പെരി പോയിട്ട് വല്ല വണ്ടി എടുത്ത് കൊടുത്തിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വലിയ വണ്ടികളോ അത് പല കാറ്റഗറി നമ്മളെ സ്ഥിരമായ വ്യൂവേഴ്സിന് അറിയാം നമ്മളെ തിയറി. ഇനി അടുത്ത വീഡിയോ വരുന്നുണ്ട്, ഇന്നോവ ക്രിസ്റ്റ അല്ല ഇന്നോവ അല്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് ഒരു ലോകം തന്നെ ഇന്നോവ ക്രിസ്റ്റന്റെ ഇന്നോവന്റെ ഫോർച്യൂണറിന്റെ നമ്മൾ കാണിക്കുന്നുണ്ട്. നേരെ എപ്പിസോഡ് ഇത് കഴിഞ്ഞൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യും. അല്ല അതിന്റെ വില പറഞ്ഞില്ല, വില പറഞ്ഞു ഇല്ല, ഈ ക്ലാസിന്റെ വില പറഞ്ഞില്ല. അതായത് വീഡിയോ ലാഗ് അടിച്ച പോലെ നേരമില്ലാത്തവരൊക്കെ സ്കിപ്പ് ചെയ്തോളൂ. വണ്ടി ഞങ്ങള് ചിലപ്പോ പറയുമ്പോ ഡീറ്റെയിൽ ആയി പറഞ്ഞു. ചില ആൾക്കാർ പറയും വീഡിയോ കമ്മിയായ പെട്ടെന്ന് ഇത്തരം വണ്ടി കാണിക്കുമ്പോൾ ഡീറ്റെയിൽ പറയും വേണം, അല്ലെങ്കിൽ ഇതൊക്കെ പ്രശ്നമാണ് അല്ലേ. വീഡിയോ ലോങ് ആയാൽ പറയും നിങ്ങൾ വലിച്ചു നീട്ടി. പോട്ടെ, ഈ ക്ലാസിന്റെ വില പറഞ്ഞു കൊടുക്കും 10,90,000 10,90,000 രൂപക്ക് നിങ്ങൾക്ക് തരാൻ പോണത് 2013 മോഡല് ഒറിജിനൽ കേരള ഈ ക്ലാസ് 220 75,000 കിലോമീറ്ററോടെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വണ്ടി. ഇതിന് ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയാട്ടോ. അതേപോലെ സൺറൂഫ് വരും. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സീറ്റ്, സ്റ്റിയറിംഗ്, അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനമാണ് ഈ ക്ലാസ്. സി ക്ലാസ്സും ഉള്ളൊരു വ്യത്യാസം ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ആ സി ക്ലാസ്സിന് എടുത്തിട്ട് ഈ ക്ലാസിന്റെ ഉള്ളിൽ ഇറക്കി വെക്കാം. വീതിയിലും നീളത്തിലൊക്കെ അത്ര വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു അടിപൊളി മുതൽ തന്നെയാണ് ഈ ഒരു പ്രൈസിൽ. വെറും 10,90,000 രൂപക്ക് 13 മോഡല് ഒറിജിനൽ കേരള. ഇതിനെല്ലാം അപാകത എന്താ വെച്ചാൽ 6ാമത്തെ ആർസോണറാണ്. ഇനി ഇതിന്മേൽ നഷ്ടപ്പെടാനും ഡിപ്രസിയേഷനൊക്കെ വളരെ കമ്മിയാണ്. ഇത്ര വണ്ടികൾ നമ്മൾ എന്താ വെച്ചാൽ ഒരു മേജർ ആക്സിഡൻ്റ് ആയ വണ്ടിയോ ഫ്ലഡ് പെട്ട വണ്ടിയോ കിലോമീറ്റർ തിരിച്ച വണ്ടിയോ നമ്മളിത് ഉണ്ടാവില്ല. പക്ഷേ ഒരു ഡോറ് റീപ്ലേസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് റീപ്ലേസ്, ഒരു ആർസോണർ കൂടി മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വണ്ടി ചിലപ്പോൾ നമ്മൾ എടുക്കലും എക്സ്ചേഞ്ച് എടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. അത് നമ്മൾ അത്രയും സൂക്ഷിച്ച് അത്രയും പഠിച്ച് മനസ്സിലാക്കിയിട്ട് എടുക്കുള്ളൂ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ ഒരു സ്ഥലമുണ്ട് അല്ലേ. ഞങ്ങൾ കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ട്, ഒരു 10 വർഷമായിട്ട് ഇവിടെ സ്ഥാപനം കൊണ്ട് തന്നെ ഉണ്ട്. ഇനി ഇവിടുന്ന് ഞങ്ങൾ മരണം വരെ ഞങ്ങൾക്ക് വേറെ ഏർപ്പാടുകൾ പഠിച്ചിട്ടില്ല, ഇവിടെ തന്നെ സ്ഥിതി ചെയ്യണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. അപ്പൊ നിങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാവും അല്ലേ. ഇൻഷാല്ലാ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിധി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വരാനൊരു സ്ഥലമുണ്ട്, ഞങ്ങൾക്ക് പോകാൻ സ്ഥലം ഉണ്ടാവില്ല. നമ്മൾ കസ്റ്റമറിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ കസ്റ്റമർ പോയി, പിന്നെ ഓലെ പെരിയിൽ പോയി നിങ്ങൾ തന്ന വണ്ടി കംപ്ലൈന്റ് ആണെന്ന് ആർക്കും പറയാൻ പറ്റില്ല, നമുക്ക് പറയാനില്ല. അപ്പൊ ഞങ്ങളെ ഭാഗത്ത് നിന്ന് അത്രയും ക്ലിയർ ആയിട്ട് നോക്കുന്നുണ്ട് അല്ലേ. അത്രയും പഠിച്ചിട്ട് തന്നെയാണ് ഇപ്പൊ എത്ര വില കുറച്ചിട്ടുള്ള വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് തരുന്നതുള്ളൂ. ആ വില കമ്മിയാവുമ്പോൾ അതിൻ്റെതായ ചെറിയ കാര്യകാരണങ്ങൾ അതിനുണ്ടാവും. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നതും ഈ ക്ലാസ് തന്നെ. ഈ ക്ലാസ് ന്യൂ ഷേപ്പ് വരുന്ന വണ്ടി 2013 മോഡല് 14 രജിസ്ട്രേഷൻ വരുന്ന 66,000 കിലോമീറ്ററോടെ ഈ 250 വില പറഞ്ഞു കൊടുക്കുക 10,90,000 രൂപക്ക്. ഇത് എന്തിന്റെ കിറ്റാണ്? AMG കിറ്റ് ഫ്രണ്ടും ബാക്കും ആഡ് ചെയ്ത വണ്ടി. ഒരു സിൽവർ കളറിൽ സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന, ഇന്റീരിയർ ബ്ലാക്ക് വരുന്ന വണ്ടിയുണ്ട്, ഇന്റീരിയർ ബീജ് കളർ വരുന്ന വണ്ടി ഉണ്ട് അല്ലേ. എനിക്ക് ബീജ ബ്ലാക്ക് ഇന്റീരിയർ ബ്ലാക്ക് ഇഷ്ടം. എനിക്ക് ബീജ എനിക്ക് ഏത് വണ്ടിയാണ് ഇതിന്റെ ഉള്ളിൽ വൈറ്റ് അല്ലെങ്കിൽ ബീജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒരു വൃത്തിയിൽ പോകാൻ പറ്റും. അപ്പൊ അടുത്തതായി കാണിക്കാൻ പോകുന്നത് ഒരുപാട് എൻക്വയറിയിലൊരു മോഡലാണ് 5 സീരീസ് അല്ലേ. BMW 5 സീരീസ് എടുത്ത ആൾക്കാർ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പറ്റും. അതേപോലെ ഈ ഒരു വണ്ടി ഉണ്ട്, നിങ്ങൾക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ഫേസ് ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആരെ എന്താണ് ഞാൻ പഠിച്ച പണി 18 പറഞ്ഞു അസിമോനെ ഫേസ് ലിഫ്റ്റ് ചെയ്യണ്ട, എടുക്കണ കസ്റ്റമർക്ക് വേണമെങ്കിൽ ചെയ്തോട്ടെ, ഓനെ ചെയ്തേ മതിയാവും അല്ലേ. അപ്പൊ ഫേസ് ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കിടിലം വണ്ടിയാണ് BMW. അതിന്റെ മോഡൽ എത്രയാണ്? 15 മോഡൽ BMW 5 സീരീസ് ഫേസ് ലിഫ്റ്റ് സ്റ്റിയറിംഗ് വീൽ അടക്കം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അടിപൊളി വണ്ടി കേട്ടോ. അപ്പൊ അത് ആർക്കെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ വിളിച്ചോളി. ഇതാണെങ്കിൽ 2013 മോഡല് 80,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ, ഹരിയാന രജിസ്ട്രേഷൻ വണ്ടി. ഇത് നമുക്കൊരു 11,75,000 രൂപക്ക് BMW 5 സീരീസ് 11,75. ഇതൊക്കെ 50-60 ലക്ഷം രൂപ വില ഉണ്ടായിരുന്ന വാഹനമാണെന്ന് നിങ്ങളൊന്ന്
മനസ്സിലാക്കണം അല്ലേ? ഇനി ഓഡി A4കളാണ് കാണിക്കാൻ പോകുന്നത്. എത്ര വണ്ടി ഉണ്ട്? 4 ഓഡി A4 ഉണ്ട്. 4 ഓഡി A4 ഉണ്ട്. ഒറ്റയ്ക്ക് വേഗം പറഞ്ഞ മോഡൽ. ഇത് 2012 മോഡല്, ഇത് 2013 മോഡല്, അത് 2014 മോഡല്, അത് 2014 മോഡല്. അതായത് 2012, 13, 14 എല്ലാ ഐറ്റവും ഉണ്ട്. ഇതിൽ ഒറിജിനൽ കേരള ഉണ്ട്, റിയോ ഉണ്ട്, അതർ സ്റ്റേറ്റ് ഉണ്ട്, NOC തരാൻ പറ്റിയതുണ്ട്. ഇതൊന്ന് പ്രൈസുകളൊന്ന് പെട്ടെന്ന് പറഞ്ഞു. ഇത് 2014 മോഡല്, ഒറിജിനൽ കേരള രജിസ്ട്രേഷനില് 3rd ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ ഒരു മോഡൽ നമുക്ക് 13,90,000 രൂപക്ക് 2014 മോഡൽ. ഞാൻ കൊച്ചി പോയി വന്നിട്ടുള്ളൂ 2 ദിവസം അല്ലേ. ഈ വണ്ടി കൊണ്ടാണ് ഞാൻ യാത്ര ഉണ്ടായിരുന്നത്. അപ്പൊ ഈ വണ്ടി അടിപൊളി വണ്ടി കേട്ടോ. മെക്കാനിക്കൽ ഓടിക്കാനൊക്കെ നല്ല കണ്ടീഷൻ എടുത്ത് ഓടിച്ചോളി. കാരണം ഞാനൊരു എത്ര കിലോമീറ്റർ ഉണ്ടാവും? 300 കിലോമീറ്റർ ഞാൻ ഓടിച്ചു അല്ലേ. എല്ലാ ഭാഗവും അടിപൊളി വർക്കിംഗ് ആണ്. നല്ല വണ്ടി 2014 മോഡൽ ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇനി മറ്റേ പ്രൈസ് ഇത് 2013 മോഡല്, 3rd ഓണർ, 72,000 കിലോമീറ്റർ, ഒറിജിനൽ കേരള. ഇത് നമുക്ക് 11,90,000 കൊടുക്കാം. ആ ഒരു ബഡ്ജറ്റിലും വണ്ടിയായി. ഇത് സൺറൂഫ് വരാത്ത മോഡലാണ്. ഇത് 2013 മോഡല്, എസ് ലൈനിൽ 2nd ഓണർ, KL 10 നമ്പർ ആയ വണ്ടി 10,90,000. അതും 2013 നിങ്ങൾ രജിസ്റ്റർ ഒന്നും വേണ്ട, ഒന്നും ചെയ്യാൻ വണ്ടി. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി, അടിപൊളി കളറാണ്. സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന ബീച്ച് കളർ ഇന്റീരിയറിൽ വരുന്ന ഓഡി A4നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഡിയിൽ തന്നെ മെയിൻ്റെനൻസ് കമ്മി, നല്ല മൈലേജ്, അത്യാവശ്യം നല്ല മൈലേജ് ഇട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു 18-19 കിലോമീറ്റർ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. 15 നിങ്ങൾക്ക് ഗ്യാരണ്ടി. 18-19 നമ്മൾ ഡ്രൈവിനനുസരിച്ച് മൈലേജ് കിട്ടുന്ന ഒരു മോഡൽ വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഓഡിൻ്റെ ഈ A4ൻ്റെ ഒക്കെ പ്രത്യേകത, ഇപ്പോഴും ഈ വണ്ടി നമുക്ക് ആ മോഡലിന് പഴയൊരു വണ്ടിയാണെന്നുള്ള ഫീൽ കിട്ടില്ല. പുതിയ വണ്ടിൻ്റെ ആ ഒരു ഫീൽ തന്നെ ട്രെൻഡിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൻ്റെ ഗ്രില്ലാണെങ്കിലും ഹെഡ്ലൈറ്റ് ആണെങ്കിലും അത്തരത്തിലാണ് ഇതിൻ്റെ ഫേസ് വന്നിട്ടുള്ളതും ഷേപ്പ് വന്നിട്ടുള്ളതും. അപ്പോൾ ഒരു പുതിയ ഒരു ന്യൂജൻ ലുക്ക് വണ്ടി ഉപയോഗിക്കുന്ന ഫീലിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു പൈസക്ക് ഒരു അടിപൊളി പ്രീമിയം. പിന്നെ ഓടിൻ്റെ ഒക്കെ കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഓടിക്കാനും സുഖമാണ്, യാത്രക്കും സുഖമാണ്. സ്റ്റിയറിംഗ് ഒക്കെ പൂ പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സ്മൂത്താണ്. അപ്പോൾ അടിപൊളിയാണ്. പിന്നെ ഇതിന് വേറെ പ്രശ്നമില്ല എന്താ വെച്ചാൽ ഓഡി A4 ആണെങ്കിലും A6 ആണെങ്കിലും മഴക്കാലത്ത് ഉപയോഗിക്കുമ്പോൾ ചെറുതായിട്ട് നോക്കും. വെള്ളക്കെട്ട് കൂടി നിങ്ങൾ അടിച്ച് പിന്നിച്ച് പോയാൽ ഇതിന്റെ സ്റ്റിയർ ബോക്സിക്ക് വെള്ളം കയറും, സ്റ്റിയർ ബോക്സ് കംപ്ലൈന്റ് ആവും. ഇത് 95,000 ചെലവാകും. 4 വണ്ടിന്റെ നമ്മൾ അതല്ല 4 വണ്ടിന്റെ സ്റ്റിയറിംഗ് ബോക്സ് കഴിഞ്ഞ മഴക്കാലത്ത് നമുക്ക് പണി കിട്ടും. കാരണം അതിന് 2-3 മാസം മുന്നേ കൊടുത്ത വണ്ടിയൊക്കെ കസ്റ്റമർ വന്നിട്ട് നമ്മളോട് പറയാം നിങ്ങൾ ഇന്നെടുത്ത വണ്ടിന്റെ സ്റ്റിയറിംഗ് ബോക്സ് പോയി എന്ത് പറയും നമ്മൾ. പക്ഷെ അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും നമ്മൾ. അതായത് നമ്മൾ മാറ്റി കൊടുക്കുന്നല്ല, അവർക്ക് സ്പെയർ പാർട്സും അറേഞ്ച് ചെയ്തെടുത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വൃത്തിക്ക് കൈവിടൂല തീർച്ചയായിട്ടും. ഇനി നമ്മളിന്ന് വന്ന ഫാൾട്ടാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കും. അടുത്തായി കാണിക്കാൻ പോകുന്നത് A6 ആണ്. അഡ്വാൻസ് ആയോ? ഇത് ഏകദേശം കസ്റ്റമർ എന്താന്നല്ല പറഞ്ഞു വീഡിയോയിൽ കാണിക്കുമ്പോൾ അത് പ്രത്യേകം പറയണം. അപ്പൊ ഇത് ഉദ്ദേശിച്ച് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കോൾ ചെയ്ത് നമ്മളൊരു കസ്റ്റമർ പാർക്കാൻ സെയിലിന് ഏൽപ്പിച്ച വാഹനമാണ്. പക്ഷെ അഡ്വാൻസ് ആയിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ അതിന്റെ ലിസ്റ്റും ഡീറ്റെയിൽസ് ഒക്കെ പറയാം. എത്ര മോഡൽ പറഞ്ഞു? 2013 രജിസ്ട്രേഷൻ വരുന്ന ഓഡി A6 70,000 കിലോമീറ്റർ വണ്ടിയാണ്. നമുക്കൊരു 13,50,000 രൂപ. പക്ഷേ ഈ വണ്ടിക്ക് ഒരു കസ്റ്റമർ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാല് ആ കസ്റ്റമർ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഞാൻ അഡ്വാൻസ് എന്ന വണ്ടി അയാൾ എടുത്തിട്ടില്ലെങ്കിൽ കംപ്ലൈന്റ് ഉണ്ടാവില്ല എന്നുള്ള ചിന്ത ഉണ്ടാവും. അത് ആൾക്കാർ ബുദ്ധി മാത്രമേ ചിന്തിക്കുള്ളൂ അല്ലേ. ഒരു കച്ചവടം മുടങ്ങാനെന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് മാത്രമൊന്നുമല്ല, നമുക്കിവിടെ ലോൺ ഫെസിലിറ്റി ഇല്ലാത്ത കുഴപ്പമുണ്ട്. അതേപോലെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ പല കാരണം കൊണ്ട് ചിലപ്പോൾ ഓണർക്ക് വരുമ്പോൾ കളർ പറ്റൂല, ചിലപ്പോൾ വൈറ്റ് വരും, ചിലപ്പോൾ ഇവിടെ വരുമ്പോഴേക്കാരം ഈ വണ്ടിക്ക് വന്നതേക്കാരം. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ നടന്നു വരുമ്പോഴേക്കാരം ഇതൊക്കെ കാണും. നിങ്ങൾ ഇങ്ങനെ ക്യാമറ കാണിച്ചു കൊടുത്താൽ ഒരു കസ്റ്റമർ ഇതിൻ്റെ ഉള്ളിൽ ഒരു A6 എടുക്കാൻ വന്നാൽ ഇത്രയും വണ്ടികൾ ഇവിടെ ഓപ്ഷൻസ് കാണുകയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അയാൾക്ക് തോന്നും ഈ ഒരു പ്രൈസിൽ അല്ലെങ്കിൽ ഈ പ്രൈസിൽ ആ ഒരു 2-3 ലക്ഷം കൂടിയാൽ എനിക്ക് ഇത് കിട്ടൂലേ അല്ലെങ്കിൽ അത് കിട്ടൂലേ അല്ലേ. അനുഭവമുണ്ട്. ചിലപ്പോൾ ആൾക്കാർ ബുക്ക് ചെയ്ത വണ്ടിക്ക് വരുമ്പോഴേക്കാരോ അല്ല അപ്പുറത്ത് വേറൊരു വണ്ടി കാണാം, എന്നാൽ എനിക്കിത് മതി അറിയും. അങ്ങനെയൊക്കെ പല കാരണം കൊണ്ടും കച്ചവടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കി. അപ്പോൾ പറഞ്ഞുതരാം. ഇനി അത് കാണിക്കാമല്ലോ. ഇനി വണ്ടികൾ ബാക്കിലൊക്കെ കിടക്കുന്നുണ്ട്. അതിൽ കുറച്ച് വണ്ടികൾ നമ്മൾ കാണിച്ചതാണ്. അപ്പോൾ ഏകദേശം 13ഓളം പ്രീമിയം കാറുകൾ നമുക്ക് പറ്റാവുന്ന രീതിയിൽ വില കുറച്ച് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇനി വില കുറച്ച് വേണമെന്നില്ല ചോദിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾക്ക് തരാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഇനി കൊണ്ടുവരണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കട്ടെടുത്ത് കൊണ്ടുവരേണ്ടി വരും. കാരണം പൈസ കൊടുത്ത് മറ്റൊരാളെ മുതൽ തന്നെയുള്ള പൊതും അല്ലേ. മറ്റൊരാൾ ഉപയോഗിച്ച വാഹനങ്ങൾ അല്ലെങ്കിൽ യൂസ്ഡ് കാർ പ്രീ ഓൺഡ് വെഹിക്കിൾസാണ് നമ്മൾ വിൽക്കുന്നത്.
അപ്പോൾ അതിൽ കുറേ കോംപ്ലിക്കേഷൻ ഉണ്ട്. മാക്സിമം ക്ലിയർ ചെയ്ത് നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് തരും. തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്തിട്ട് വരിക. ഈ കാണിച്ച വണ്ടികളിൽ A4 മാത്രമേ 4 വണ്ടി ഒരുമിച്ച് നിൽക്കുന്നുള്ളൂ. അല്ലാത്തതൊക്കെ സിംഗിൾ വണ്ടികളാണ്. അപ്പോൾ ലോങ്ങിലൊക്കെ വരുന്ന കസ്റ്റമർ വിളിച്ച് വണ്ടിയോടെ ഉള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വരിക അല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ, ഈ വീഡിയോ കണ്ട ഇതുവരെ ഞങ്ങൾ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.